ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ മൊഡ്യൂൾ 3യുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട്, സെൻസോറൽ ഏരിയ ഉണ്ട്, അതുപോലെ മാത്തമാറ്റിക്കൽ ഏരിയ ഉണ്ട്, കൾച്ചറൽ ഏരിയ ഉണ്ട്, ലാംഗ്വേജ് ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കണം ആദ്യം. എന്നിട്ട് അതിനകത്ത് പറയുന്ന ആക്ടിവിറ്റീസുകൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? ആ, അതായത് നമ്മുടെ മൊഡ്യൂൾ 3 ഉണ്ടല്ലോ, മൊഡ്യൂൾ 3യിൽ എന്തൊക്കെ ഏരിയ വരുന്നേ? പ്രാക്ടിക്കൽ ഏരിയ വരുന്നുണ്ട്, സെൻസോറിയൽ ഏരിയ വരുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ഏരിയ വരുന്നുണ്ട്, ലാംഗ്വേജ് ഏരിയ ഉണ്ട്, കൾച്ചറൽ ഏരിയ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങൾ, അതായത് ആ ടെക്സ്റ്റിലെ മെറ്റീരിയൽസ് നിങ്ങൾ വായിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രം മതി, ബൈഹാർട്ട് പഠിക്കാൻ അങ്ങനെയൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നേ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ധാരാളം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം, അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് ഫോണറ്റിക്സ് നിങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് വേർഡ്സുകൾ, ലെറ്റേഴ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ സൗണ്ട്സ് കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ലാംഗ്വേജ് ഏരിയയില് നമ്മള് കുട്ടികൾക്ക് നമ്മളിപ്പോ ഒരു സ്കൂളിൽ പോകുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നഴ്സറിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് ഫെമിലിയർ ആകണം, അല്ലെ? കുഞ്ഞുങ്ങളെ അത് നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അതല്ല ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്, അല്ലെ? ശരിയല്ലേ ഞാൻ പറയുന്നേ? അത് നമ്മൾക്ക് പല ആക്ടിവിറ്റീസിലൂടെ ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾക്കിപ്പോ ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കഥയിലൂടെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ റൈംസിലൂടെ പറയാം. അങ്ങനെ ധാരാളം ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ പിക്ചറുകൾ കാണിച്ചിട്ട് പഠിപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ എന്തുണ്ട്, മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, അല്ല? വേർഡ്സുകൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഭാഷ പഠിക്കാനായിട്ട് കുട്ടികൾ തയ്യാറാകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ ആദ്യമേ പരിചയപ്പെടുത്തുന്ന ഒരു സ്കീമുണ്ട് മോണ്ടിസോറി മെത്തേഡില്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആദ്യത്തെ സ്കീമാണ് പിങ്ക് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പേരൊന്നും കൂടി കേൾക്കുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ് പിങ്ക് സ്കീം? കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കിയ നിങ്ങള് കാണുന്നുണ്ടോ അവിടെ? കാണുന്നുണ്ടല്ലേ? ഞാനിവിടെ കുറച്ച് വേർഡ്സുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് പുറകിലായിട്ട് കുറച്ചുകൂടി വേർഡ്സ് വരുന്നുണ്ട്. ഈ വേർഡ്സിന്റെ പ്രത്യേകത എന്താ? 3 letters. എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. 3 letters ആണ്. എന്താണ്? കേട്ടില്ല. ആയിട്ട് വരുന്നുണ്ട്. 3 letter words ആണ്. ഇതില് സൗണ്ട് ഉണ്ട്. 3 letter word ആണ് അല്ലേ? പിന്നെ പറഞ്ഞോളൂ. വവൽസ് നടുക്കിൽ വന്നിട്ടുള്ള സൗണ്ട്സ്. വവൽസ് നടുവിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോ പിന്നെ റൈമിംഗ് വേർഡ് അല്ലേ മിസ്? ആയിട്ടും വരുന്നുണ്ട്. അപ്പോ 3 കാര്യങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞു അല്ലെ? 3 letter വേർഡ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്, വവൽസ് വരുന്നുണ്ട്. ലാസ്റ്റ് വവൽസ് മാത്രമല്ല, 2 കൺസണന്റ് ആണ് അപ്പുറപ്പുറമുള്ളത് അല്ലെ? 2 കൺസണന്റ്, ഒരു വവൽ, അതായത് CBC ഫോർമാറ്റ് ആണ് കേട്ടോ. CBC എന്ന് പറയും. ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം ആണിത്. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം designed to teach children how to read simple 3 letter words. ഒന്നുകൂടി വായിക്കാം കേട്ടോ. The first stage of Montessori phonetic reading program designed to teach children how to read simple 3 letter words. Okay, അതായത് മോണ്ടിസോറി ലേണിംഗിന്റെ ഫസ്റ്റ്, അതായത് കുട്ടികൾക്ക് ആദ്യം റീഡ് ചെയ്യാൻ കൊടുക്കുന്ന വേർഡ്സ് ആണെന്ത് ഈ പിങ്ക് സ്കീമില് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാംഗ്വേജ് ഏരിയ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, ഇത് മാത്രം പെന്നല്ലേ മിസ്സേ വരുന്നേ?
എന്താണ് പെന്നല്ലേ ഉള്ളത്? ടെന്നോ? പെൻ ടെൻ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല പെൻ പെന്നില് ഈ വരുന്നുണ്ടല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് CVC ഫോർമാറ്റ് ആണ്. നോക്കിയാ നിങ്ങള്, അതായത് ആദ്യം ഒരു കൺസണന്റ് സൗണ്ട്, പിന്നെ ഒരു വൊവൽ സൗണ്ട്, പിന്നെ വീണ്ടും ഒരു കൺസണന്റ് സൗണ്ട്. അപ്പൊ ബാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ബാറ്റ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടല്ലോ. സൗണ്ട്സിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? ബ് ആ ട് ബാറ്റ്, അങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ബ് ആ ട് ബാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു കേട്ടോ. അറിയുന്നില്ലെങ്കിൽ സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. നമുക്ക് ഇത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാനുള്ള സമയമില്ല ഓരോന്ന് പറഞ്ഞു തന്ന്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്, സൗണ്ട്സിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ മറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് വേർഡ്സ് മാത്രം പറയുവാണ്, കോമൺ ആയിട്ട് പറയുന്ന പോലെ തന്നെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ പറയുന്ന വേർഡുകള്. പിന്നെ ഇത് പിങ്ക് സ്കീം ആയതുകൊണ്ട് തന്നെ പിങ്ക് കളറിലുള്ള, അത് ബുക്ക്ലെറ്റ് ആയിക്കോട്ടെ, കാർഡ് ആയിക്കോട്ടെ, ചാർട്ട് പേപ്പർ ആയിക്കോട്ടെ, കളർ പേപ്പർ ആയിക്കോട്ടെ, പിങ്ക് കളറിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എഴുതുന്ന സ്കെച്ച് പെൻ അല്ലെങ്കിൽ പെൻ ഒക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം. പക്ഷെ ഈ പേപ്പർ എന്ന് പറയുന്നത് പിങ്ക് കളർ ആയിരിക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ വേർഡ് പറയാൻ പോവാണ്. ഫസ്റ്റ് വേർഡ് ബാറ്റ് ആണ്. എഴുതിയെടുക്കുന്നുണ്ടോ? ബാറ്റ്. ഓക്കെ, സെക്കൻഡ് വേർഡ് മാറ്റ് ആണ്. MAT, മാറ്റ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വ്യത്യസ്തമാണ്. മാറ്റ്, അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക കേട്ടോ. മാറ്റ്. ദെൻ തേർഡ് വേർഡ് ക്യാറ്റ് ആണ്. ക്യാറ്റ്. ദെൻ നെക്സ്റ്റ് റാറ്റ്. ദെൻ പെൻ. PEN, പെൻ. അടുത്തത് വാൻ ആണ് കേട്ടോ. VAN. എല്ലാത്തിലും നിങ്ങൾക്ക് രണ്ട് കൺസണന്റും നടുവിൽ ഒരു വൊവൽ ലെറ്ററും കാണാനായിട്ട് സാധിക്കും. CVC ഫോർമാറ്റ് ആണ് കേട്ടോ. ഓക്കെ, വാൻ. ദെൻ അടുത്തത് ക്യാൻ ആണ് കേട്ടോ. CAN, ക്യാൻ. CAN, ക്യാൻ. ദെൻ നെക്സ്റ്റ് വൺ ടാബ് ആണ്. TAB, ടാബ്. TAB, ടാബ്. നമ്മൾ ഇതേപോലെ ഒരെണ്ണം റെഡി ആക്കണം അല്ലേ മിസ്സേ? എന്താ? ഇതുപോലെ ഒന്ന് നമ്മൾ റെഡി ആക്കണം അല്ലെ? പിങ്ക് കളറില്. അത് എന്നിട്ട് വേറെ ചാർട്ടിൽ വെച്ചിട്ട് ഒട്ടിക്കണോ? കുറച്ച് തിക്നെസ്സിന് വേണ്ടിട്ട് ഒട്ടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡുകളാക്കാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. ചില ടീച്ചേഴ്സ് ചെയ്യുന്നതാണ്, ബോക്സ് ഉണ്ടല്ലോ, ഒരു ബോക്സ് എടുക്കും. അല്ല മിസ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണോ ഓരോ വേർഡ്സും? അതോ എല്ലാം കൂടി ഒരൊറ്റ കാർഡിനാണോ? ഇല്ല, ഇത് ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കൊള്ളിക്കാമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ഇട്ട് ഓരോന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്യുന്നത് എപ്പോഴാണെന്നോ, അതായത് കുട്ടികൾക്ക് പിക്ചർ, അതായത് ഇപ്പൊ ഒരു ബോക്സിൽ തന്നെ നമ്മള് ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ എഴുതി എന്ന് വിചാരിക്കുക. ക്യാറ്റ് മാത്രം ഒരു പേപ്പറിൽ, പിങ്ക് കളറുള്ള പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ പേപ്പറായിട്ട് നമ്മൾ എഴുതി വിചാരിക്കുക. അതിനകത്ത് ക്യാറ്റ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന്റെ കൂടെ തന്നെ ക്യാറ്റിന്റെ പിക്ചറും കൂടി നമ്മൾ വെക്കണം ഒരു ബോക്സിൽ. ഓക്കെ, എന്നിട്ട് കുട്ടികളെ കൊണ്ട്, അതിനകത്ത് ഇപ്പൊ പല പിക്ചേഴ്സ് ഉണ്ടാവാം. ക്യാറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ബാറ്റ് ഉണ്ടാവാം, അങ്ങനെ പല പിക്ചേഴ്സും ഉണ്ടാവാം. അതിന്റെ കൂട്ടത്തില് ഈ വേർഡ് എഴുതിയതും ഉണ്ടാകും. എന്നിട്ട് കുട്ടികളോട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയണം. ഓക്കെ, മനസ്സിലായോ? അതായത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ക്യാൻ എഴുതിയോ നിങ്ങള്? CAN, ക്യാൻ എഴുതിയോ? ആ, ഓക്കെ. ടാബ് ആണ് കേട്ടോ. TAB, ടാബ്. ദെൻ MAP, മാപ്പ്. MAP, മാപ്പ്. ദെൻ CAP, ക്യാപ്പ്.
CAT ക്യാപ്പ്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം. ബാറ്റ്, മാറ്റ്, ക്യാറ്റ്, റാറ്റ്, പെൻ, വാൻ, ക്യാൻ, ടാബ്, മാപ്പ്, ക്യാപ്പ്. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ വേറെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഇതിലും കൂടുതൽ വേർഡ്സ് ഉണ്ടാകാം. എനിക്ക് പറ്റാവുന്നതാണ് ഞാൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ കൂടുതൽ വേർഡ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇതുപോലെ CVC അങ്ങനെയുള്ള വേർഡ്സ് ആണോ എഴുതേണ്ടത്? ഫോർമാറ്റ് ആണ്. അതെ, അതായത് കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡില് CVC ഫോർമാറ്റ് ആണ്. ഓക്കെ, അതാണ് അവർക്ക് കൂടുതൽ എളുപ്പമാണ്, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റ് നമ്മൾ. അപ്പൊ പിങ്ക് സ്കീമാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ ആണ് കേട്ടോ ഇത്. ഇതിനകത്ത് കുറച്ച് വേർഡ്സുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പറഞ്ഞു തരട്ടെ? പറയട്ടെ? ഓക്കെ. യെസ്. കബ്, CUB, കബ്. ടീച്ചർ ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരുമോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഓക്കെ. ഓക്കെ, അപ്പൊ CUB കബ് കേട്ടോ. CUB കബ്. പ്രത്യേകം എഴുതാ, പിങ്ക് സ്കീമാണ്. RUB കബ് അല്ല, റബ്ബ്. RUB റബ്ബ്. ഓക്കെ. ഇത് നമ്മള് ആദ്യം പറഞ്ഞ സ്കീമില് നമ്മള് A നടുക്ക് വൊവ്വല് വരുന്നതാണ് എഴുതിയത്. പിന്നെ ഇയും വന്നിട്ടുണ്ടായിരുന്നു ഒരു വൊവ്വല്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് U മിഡില് വൊവ്വല് വരുന്നതാണ് കേട്ടോ. ഓക്കെ, കബ്, റബ്ബ്. ദെൻ നെക്സ്റ്റ് വൺ ജഗ്. ഓക്കെ, ജഗ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കുട്ടികളെ നമ്മള് കയ്യിലെടുക്കണമല്ലോ. അത് നമ്മുടെ ഒരു ഇത് ആണല്ലോ, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ് കുട്ടികളെ നമ്മൾ കയ്യിലെടുക്കുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആണത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പിക്ചേഴ്സും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ ഒന്ന് കാണിക്കട്ടെ. കാണിച്ചോളൂ. ഇങ്ങനല്ലേ? അത് തന്നെ, അത് തന്നെ. ഓക്കെ, ബാറ്റ്, മാറ്റ്. ഇതിപ്പോ എഴുതിയാണോ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്നാണോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മിസ്സേ, നമ്മുടെ അടുത്ത് വേർഡ് റീഡിംഗ് കാർഡും പിക്ചർ റീഡിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇപ്പൊ ടീച്ചർ തന്നിട്ടുള്ള ഈ വേർഡ്സിൽ ഉണ്ടാക്കിയാൽ നമുക്ക് യൂസ്ഫുൾ ആവില്ലേ? യൂസ്ഫുൾ ആവും, അതാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. പിങ്ക് സ്കീം മാത്രമല്ല, വേറെയും സ്കീം ഉണ്ട്. അതിനകത്ത് വരുന്ന വേർഡ്സ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് എഴുതിയിടുക. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഗ് കേട്ടോ, JUG ജഗ്. Then MUG മഗ്. സ്ക്രീനിലേക്ക് കാണിക്കാൻ പറ്റുമോ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനേ. പുറത്താണ് ഇപ്പോളേ. അപ്പൊ പറഞ്ഞു തരണ്ടേ? നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാവരും. അങ്ങനെ മതി ടീച്ചറെ, അപ്പൊ ഒരുപാട് സമയം പോവില്ല. കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടേ. ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഞാൻ കാണുന്നില്ലെന്ന് കരുതിയാണ് പറഞ്ഞു തന്നത്. ലാസ്റ്റ് 3 ഒന്ന് പറഞ്ഞുതരൂ മിസ്സേ. ലാസ്റ്റ് 3 പപ്പ്, ഹട്ട്, ബസ്. പപ്പ്, PUP പപ്പ്. അതുപോലെ തന്നെ ഹട്ട്, HUT ഹട്ട്. ദെൻ BUS ബസ്. ഇനി കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അടുത്തവര് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് ഞാൻ നേരത്തെ കാണിച്ചതില് E കയറി വന്നിട്ടുണ്ടായിരുന്നു നടുക്ക് പെൻ പറഞ്ഞപ്പോ. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങള് മിഡിലില് വൊവ്വല് E വരുന്നത് മാത്രമാണ് കേട്ടോ എഴുതിയാക്കണത്. അപ്പൊ എഴുതുമ്പോ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. A വരുന്നത് ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതാം. അതുപോലെ E വരുന്നത് മിഡിലിൽ E വരുന്നത് ഒരു പേപ്പറിൽ എഴുതാം. അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റത്തെ ഇതിലുള്ള പെൻ എന്നുള്ളത് ഈ ഒരു ഇതിലേക്ക് മാറ്റി എഴുതിയാൽ മതി അല്ലേ? എഴുതിയാൽ മതി. ഇതിനകത്ത് പെൻ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് എങ്ങനെയോ കയറി വന്നതാ. ഓക്കെ,
ഓക്കെ, ഇതിനകത്ത് വരുന്നത് 10 വരുന്നുണ്ട്. അതുപോലെ തന്നെ പെൻ, നെറ്റ്, സെറ്റ്, ബെറ്റ്, ഡെൻ, ഹെൻ, മെറ്റ്, ലെഗ്, ഇത്രയുമാണ് കേട്ടോ വരുന്നേ. ഓക്കെ, അപ്പോ ഇതും CVC ഫോർമാറ്റ് തന്നെയാണ്, അറിയാലോ നിങ്ങൾക്ക്. ഇതിനകത്ത് മിഡിൽ ലെറ്റർ ഇ എന്ന് പറയുന്ന വവ്വലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഓ വരുന്നതാണ്. ഓ വവ്വൽ, വവ്വൽ സൗണ്ട് ഓ വരുന്നതാണ് കേട്ടോ. നോക്കിക്കോളൂ. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് ഡോഗ്, ഫോഗ്, ഫോക്സ്, ബോക്സ്, ഹോട്ട്, ഡോട്ട്, ഗോഡ്, റോഡ്, മോപ്പ്, ഹോപ്പ്, ഇത്രയും വേർഡ്സുകളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒന്നും കൂടി. ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ഐ വരുന്നതാണ് കേട്ടോ. വവൽ സൗണ്ട് ഐ വരുന്നതാണ്. ഈ വേർഡ്സ് എല്ലാം നമ്മൾ ചാർട്ടിൽ എഴുതണോ സേ? ആ, ചെറുതായിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചറുമായിട്ട് ഇപ്പൊ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ സെപ്പറേറ്റ് ചെറിയൊരു കാർഡ് ആക്കുക, എന്നിട്ട് ക്യാറ്റിൽ എഴുതുക, പിക്ചർ കൂടെ തന്നെ വെക്കുക. അപ്പൊ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്കീം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ അത് കാർഡ്സ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ബോക്സസ് ആയിട്ട് ചെയ്യാം, ബുക്ക്ലെറ്റുകളായിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് പിങ്ക് സ്കീം. ഓക്കെ, മിസ്സേ ഐയുടെ ഒന്നും കൂടി ഐയുടെ ഒന്നും കൂടി കാണിക്കും. ഇ, ഓക്കെ, ഐ ഐ ഐ ഇ അല്ല ഐ. ഓക്കെ ഓക്കെ, ഐ വരാം. സൗണ്ട് ടീച്ചർ പറഞ്ഞു. ഓക്കെ, കണ്ടോ? ഇതിന് നോട്ട് വേണ്ട, എന്താണെന്ന് നോട്ട് വേണ്ട, എഴുതി എടുത്തായിരുന്നോ? ഞാൻ നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ എഴുതി എടുത്തായിരുന്നോ? നോട്ടാണോ? ആ, ഇംഗ്ലീഷിലുള്ള നോട്ട്സാ. എഴുതിയില്ല. എന്താ ഈ കാണിക്കോ? ഈ കാണിക്കണം അല്ലേ? അതൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ എന്താ? നോട്ട് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. CVC ഫോർമാറ്റിൽ നിന്ന് പ്രത്യേകം എഴുതാ കേട്ടോ. ഓക്കെ, കൺസണന്റ്, വവ്വൽ, കൺസണന്റ്, ആ ഒരു ഫോർമാറ്റിലാണ് വരിക. ഓക്കെ, ഇതിനെന്താ പറയാ? പിങ്ക് സ്കീം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം. സ്കീമിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയോ? PINK, പിങ്ക് ഉണ്ടല്ലോ, പിങ്ക് കളർ ഇല്ലേ നമ്മുടെ, അത് തന്നെയാ പിങ്ക് സ്കീം. പിങ്ക് കളറിലാണ് ഇത് എഴുതുന്നത് കൊണ്ടാണ് ഇതിനെ പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം. the first stage of Montessori phonetic reading program. ഓക്കെ, കുട്ടികളെ ആദ്യം നമ്മൾ വേർഡ്സ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്കീമാണിത്. അതുകൊണ്ട് തന്നെ ഇത് പിങ്ക് കളറായത്, പിങ്ക് കളറിലാണ്. പിങ്ക് കളറുള്ള കാർഡിൽ ചെയ്യാം, ചാർട്ട് പേപ്പറിൽ ചെയ്യാം, കളർ പേപ്പറിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനെ പിങ്ക് സ്കീം എന്നാണ് പറയുന്നത്. CBC ഫോർമാറ്റിലാണ് ഇത് വരുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, ഇതുപോലെ ചെറിയ കാർഡ്സ് ആക്കാതെ ഒരു വലിയ ചാർട്ടിൽ ഇത് മുഴുവനായിട്ട് എഴുതിയാലോ? അത് അങ്ങനെ പറ്റുമോ? എഴുതാം, പക്ഷെ നമ്മള് കുറെ അധികം അത് കുറച്ചുകൂടി ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കോ? ഇതാകുമ്പോ എടുത്ത് കാണിക്കാമല്ലോ ഇങ്ങനെ ചെയ്യുമ്പോ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ CVC ഫോർമാറ്റിനൊന്നും എഴുതണമെന്നില്ലേ അപ്പൊ? ഇല്ല, CVC ജസ്റ്റ് കുട്ടികൾക്ക് ഫോർമാറ്റിൽ അതാ ചോദിച്ചത്. CVC ഫോർമാറ്റിൽ എഴുതണം കേട്ടോ. അതുകൊണ്ട് എന്നാലാണ് പിങ്ക് സ്കീം ആവുന്നത്. അതല്ല മിസ്സേ, ആ ഫോർമാറ്റിൽ എഴുതണം എന്നല്ല, CVC ഫോർമാറ്റ് മെൻഷൻ ചെയ്യണമെന്നാ ചോദിച്ചത്. ഇല്ല, അതൊന്നും വേണ്ട. അത് ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജസ്റ്റ് ഈ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ സ്കീം ആണ് കേട്ടോ. ബ്ലൂ സ്കീം. അപ്പൊ ബ്ലൂ സ്കീം എന്തായിരിക്കും? ഫസ്റ്റ് നമ്മൾ പിങ്ക് സ്കീം ആണെങ്കിൽ പഠിക്കുന്നതെങ്കിൽ സെക്കൻഡ് ആയിട്ട് പഠിക്കുന്നത് ബ്ലൂ സ്കീം ആണ്. ഓക്കെ, കണ്ടോ? ഞാനിപ്പോ ഇത് കളർ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബ്ലൂ കളറിലുള്ള കളർ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. പലതരം വേർഡ്സുകൾ ഉണ്ട്. ഇത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് പ്രോഗ്രാം ആണ്. അതായത് പിങ്ക് സീരീസിലുള്ള വേർഡ്സുകൾ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് ബ്ലൂ സ്കീമിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ പിങ്ക് സ്കീമിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള, അതും CVC ഫോർമാറ്റിലുള്ള വേർഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പിങ്ക് സ്കീം കുട്ടികൾ പഠിച്ചതിന് ശേഷം കുട്ടികളെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് അത് ബ്ലൂ സ്കീമിൽ പെടുന്നതാണ്. 4 വേർഡ്സ് ഇതാണ്, 4 ലെറ്റർ, 4 വേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ പിങ്ക് സ്കീമിനേക്കാളും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ബ്ലൂ സ്കീമിൽ വരുന്നത് കേട്ടോ. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 2 കൺസണന്റ് സൗണ്ട് വരുന്നുണ്ട്. നോക്കിയേ നിങ്ങള്, തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് 2 കൺസണന്റ് സൗണ്ട് ആണ് വരുന്നത്. നോക്കിയേ നിങ്ങൾ, ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നോക്കിയേ, ND. നോക്കിയേ, വിൻഡ് എന്ന് പറയുമ്പോൾ NG. അതുപോലെ തന്നെ TR. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ബ്ലെൻഡിങ് സൗണ്ട് ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക, ബ്ലെൻഡിങ് സൗണ്ട് കേട്ടോ. ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഫ്ലാഗ് എന്ന് പറയുവാണ്. FLAG ആണല്ലോ ഫ്ലാഗിന്റെ ആ ഒരു ലെറ്റേഴ്സ് വരുന്നത്. അപ്പൊ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഫ്ലായ് ആണ്. ഫ്ലാ, അവിടെ 2 ലെറ്റേഴ്സിനെ തമ്മിൽ ബ്ലെൻഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ബ്ലൂ സ്കീമില് 2 ലെറ്റേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബ്ലെൻഡ് ചെയ്യുന്നു. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നോ? പറഞ്ഞുതരാം, നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, ലാസ്റ്റത്തെ 2 വേർഡ് ഒന്ന് പറയാമോ? ക്ലിപ്പ്, പിങ്ക്. ക്ലിപ്പ്, പിങ്ക്. അതിന് മുന്നുള്ളത് ഡ്രിങ്ക് അല്ലേ? ഡ്രിങ്ക് ആണ് കേട്ടോ. അതിന് മുമ്പുള്ളത് ഡ്രിങ്ക് ആണ്. ഓക്കെ, അടുത്തത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ലെറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വേർഡ് ഹെസ്റ്റ് എന്നാണോ? ഹെസ്റ്റ്, ഹെസ്റ്റ്, HEST കേട്ടോ. ഹെസ്റ്റ് എന്നാണ്. ഓക്കെ, ഹെസ്റ്റിന്റെ മീനിങ് എന്നിട്ട് മിസ്? മീനിങ് എഴുതിയിട്ടില്ല, അത് റൈമിംഗ് വേർഡ് ആയിട്ട് പറയുന്നോണ്ട് എഴുതിയതാണെന്ന് മാത്രം. മീനിങ് നോക്കിയില്ല ഹെസ്റ്റ്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. മുകളിലുള്ളത് ക്രസ്റ്റ് ആണോ? എന്താ ക്രസ്റ്റ് എന്നാ ഹെസ്റ്റിന്റെ മുകളില്? പ്രസ് ആണ്, പ്രസ്. അത് മൊത്തം ഒന്ന് വായിച്ചു തരുമോ? ജസ്റ്റ് വായിച്ചു തരാം. പെസ്റ്റ്, PEST, പെസ്റ്റ്. മിസ്സേ, അതിലാ പ്രസ് എന്നുള്ളത് 5 ലെറ്റർ ആയില്ലേ? 5 ലെറ്റർ വരാം നമുക്ക്, അത് കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടി കോംപ്ലക്സ് വേർഡ് എന്ന് മാത്രമേ ഉള്ളൂ 5 ലെറ്റർ വരാം.
പ്രശ്നമില്ല. ഓക്കെ. നമ്മുടെ ഇത് പിങ്ക് സ്കീമിലാണ് 3 ലെറ്റർ വേർഡ് വരുന്നത്. ബാക്കിയുള്ളതിൽ കൂടുതൽ അഡീഷണൽ വന്നാലും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമ്മളതില് 4 ലെറ്റർ വേർഡ് എന്ന് പറയാൻ പാടില്ല അല്ലെ? 4ഓ അതിൽ കൂടുതലോ ആകാം അല്ലെ? 4ഓ അതിൽ കൂടുതലോ അങ്ങനെ പറയാവുള്ളൂ കേട്ടോ. ഓക്കെ, 4ഓ അതിൽ കൂടുതലോ. അത് ഗ്രീൻ സ്കീം ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇനി അടുത്തത് ഞാൻ ഗ്രീൻ സ്കീം കാണിക്കും, അതിനകത്ത് 4ഓ 5ഓ വേർഡുകൾ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നിർബന്ധമില്ല ഇങ്ങനെ തന്നെ വേർഡ് ആയിരിക്കും. CVC ഫോർമാറ്റ് നമ്മൾക്ക് നിർബന്ധമാണ്. ബാക്കിയുള്ള ഈ ബ്ലൂ സ്കീമിലൊന്നും അങ്ങനെ അത് ബ്ലൂ സ്കീമിൽ വോവൽസ് കൺസണൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 4 ലെറ്റർ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടില്ല. ബ്ലെൻഡിങ് ആയിട്ടുള്ള സൗണ്ട് വേണം. യെസ്, ബ്ലെൻഡിങ് ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ടോ എന്നാണ് അവിടെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലാഗ് എന്ന് പറയുമ്പോൾ FL ആണ് ആദ്യം വരുന്നത്. ഫ്ല് എന്ന് നമ്മൾ വായിക്കും അല്ലെ, ഫ്ലാ അല്ലെ, അങ്ങനെ ബ്ലെൻഡ് ചെയ്യും നമ്മള്. അതുപോലെ ഇപ്പൊ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോ എന്നൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ലേ, അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് 2 ലെറ്റേഴ്സിന് തമ്മിൽ. ഇപ്പൊ നമ്മൾ എഴുതിയിട്ടില്ല ടീച്ചറെ, അതില് പെസ്റ്റ് എന്നുള്ളതില് സ്റ്റ് എന്നുള്ള ആ ലാസ്റ്റ് വേർഡ് അല്ലേ, അതന്നെയാണല്ലോ ബ്ലെൻഡ് ചെയ്താലും മതി അല്ലേ? ഫസ്റ്റ് തന്നെ ബ്ലെൻഡ് ചെയ്യണമെന്നില്ല. ഇല്ല, നമുക്ക് വേർഡ്സ് അത് ലാസ്റ്റ് ആകാം ഫസ്റ്റ് ആകാം, അത് തമ്മില് ബ്ലെൻഡ് ചെയ്താൽ മതി. പിങ്ക് സ്കീമിനേക്കാളും ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയത്. കോംപ്ലിക്കേറ്റഡ് ആണ് ബ്ലൂ സ്കീം. ഇത് ആദ്യത്തെ ലെവലിൽ കുട്ടികളെ പഠിപ്പിക്കില്ല. പിങ്ക് സ്കീം കഴിഞ്ഞിട്ടാണ് ഇതിനകത്തോട്ട് പഠിപ്പിക്കുക കേട്ടോ. ഞാൻ വേറെ വെല്ല എന്നുള്ളതില് ഇല്ല എന്നുള്ള വാക്കാണോ ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നത്? ഏതാണ്? വെല്ല എന്നുള്ളതില്ലേ, അതില് ഇല്ല എന്നുള്ള വാക്കാണോ ബ്ലെൻഡ് ചെയ്യുന്നത്? ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നുള്ള വാക്ക് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇല്ലാണോ ബ്ലെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏ സൗണ്ട് ആണോ ബ്ലെൻഡ് ചെയ്യുന്നത് മിസ്സേ? വ് എന്നല്ലേ ഡബ്ല്യൂന്റെ മീനിങ്? നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അല്ല, കേട്ടോ. 2 കൺസോണന്റ്സിനെ തമ്മിൽ എന്താ ഏ സൗണ്ട് അവിടെ ബ്ലെൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? വ് എ എന്നല്ലേ വെൽ എന്ന് വായിക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അത്. ഏന്റേതല്ലേ ബ്ലെൻഡിങ്, ഈന്റേതല്ലേ ബ്ലെൻഡിങ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. സൗണ്ട് ഈ സൗണ്ട് ആണ് അവിടെ വേ ആക്കിട്ട് വരുന്നത്. എൽ സൗണ്ട് ആണ്. ഡബിൾ എൽ വരുമ്പോ ല് എന്നുള്ള സൗണ്ട് വരുന്നത്, അതാണ് ബ്ലെൻഡ്. അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റ് അല്ലേ? അതെ. ഓക്കെ, നിങ്ങള് ഒരു 5 എക്സാമ്പിൾ ഞാനിത് നിങ്ങളത് നോട്ട് ചെയ്യാട്ടോ. നോട്ട് ചെയ്യാ. FL എന്ന് കൊടുക്കുക ആദ്യം തന്നെ. FL ബ്ലൂ സ്കീം എന്ന് എഴുതിയിട്ട് FL എന്ന് കൊടുക്കുക കേട്ടോ. FLന്റെ നേരെ ഫ്ലാഗ് എന്ന് എഴുതുക. FLന്റെ നേരെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും, എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഫ്ലാഗ് എന്ന് എഴുതുക. എങ്ങനെയാ ബ്ലെൻഡ് ചെയ്യുന്നേ? ഫസ്റ്റ് 2 ലെറ്റർ ഫ്ല അങ്ങനെയാ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റോപ്പ് എന്ന് പറയുന്ന വേർഡ് എഴുതിയ നിങ്ങള്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡ്രം. DRUM ഡ്രം. ഡ്രം. ഓക്കെ, അല്ലെ. ദെൻ അടുത്തത് ക്ലിപ്പ്. നെക്സ്റ്റ് വൺ ഫ്രോഗ്. ഓക്കെ, ഇപ്പൊ പഠിച്ചോ? പഠിച്ചു. ഇതാണ് ബ്ലെൻഡിങ് സൗണ്ട് കേട്ടോ. അപ്പൊ ബ്ലൂ സ്കീമിലാണ് ആ ബ്ലെൻഡിങ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഗ്രീൻ സ്കീം. ഗ്രീൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3rd ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് ഫോണറ്റിക് പ്രോഗ്രാം. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റേജ് പിങ്ക് സ്കീം. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് എന്താ പറഞ്ഞത്? ബ്ലൂ സ്കീം. ഈ 2 സ്കീമുകൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പഠിപ്പിച്ചതിന് ശേഷം കുട്ടികളെ പഠിപ്പിക്കേണ്ട അടുത്തൊരു സ്കീമാണ് ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 3rd ലെവൽ ഓഫ് മോണ്ടിസോറി റീഡിംഗ് ഫോണറ്റിക് പ്രോഗ്രാം ആണ്.
ഇതിൽ കുറച്ചും കൂടി കൂടുതൽ മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇതിനകത്ത് പഠിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് 2 സ്കീമുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഇതിനകത്ത് പഠിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 2 തരത്തിലാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അതിനകത്ത് ഒരു ടൈപ്പ് ഞാനിവിടെ പറയാം. ഇതിനകത്ത് ഈ ഒരു ഗ്രീൻ സ്കീം നമ്മൾ പഠിക്കുമ്പോൾ 2 ലെറ്റർ ചേർന്ന് പുതിയ വേർഡ്സ് അല്ലെങ്കിൽ പുതിയ സൗണ്ട് ഉണ്ടാകും. ഓക്കെ, ഗ്രീൻ സ്കീമിന്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. 2 ലെറ്റർ ചേർന്ന് പുതിയ ഒരു സൗണ്ട് ഉണ്ടാകുന്നു. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 2 ലെറ്റർ ചേർന്ന് പുതിയ ഒരു സൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബ്ലൂ സ്കീമിൽ ഇത്രേ ഉള്ളോ എക്സാമ്പിൾസ്? പറഞ്ഞല്ലോ. എന്താണ്? അല്ല, പിങ്കിൽ കുറച്ച് കൂടുതൽ പറഞ്ഞു, ബ്ലൂവിൽ ഇത്രേ ഉള്ളോ ചോദിക്കാം. ബ്ലൂവിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. പിങ്കിലാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ ഗ്രീൻ സ്കീമിൽ ഞാൻ പറഞ്ഞു 2 ലെറ്റർ ചേർന്ന് പുതിയ സൗണ്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാനിപ്പോ 2 വേർഡ്സ് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം ഏത് സൗണ്ട് ആണ് ഉണ്ടാവുന്നതെന്ന് കേട്ടോ. 2 വേർഡ് തരാം. ഫിഷ്, ഷിപ്പ്. ഫിഷ്, ഷിപ്പ്. 2 വേർഡ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കും. ആണ് കേട്ടോ. അവിടെ 2 ലെറ്റർ ചേർന്ന ഒരു സൗണ്ട് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ 2ൽ നിന്നും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കണം. ഫിഷിലായാലും ഷിപ്പിലായാലും എന്തുണ്ട്? ഷ് ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ലെറ്റർ ചേർന്ന് അവിടെ സൗണ്ട് ഉണ്ടാകുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ചോപ്പ്, മച്ച്. ചോപ്പ്, മച്ച് ഏതാ? വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ചോപ്പറും പിന്നേതാ? ചോപ്പർ അല്ല, ചോപ്പ്. CHOP. ചോപ്പ്, മച്ച്. ഓക്കെ, അടുത്തത് ദിസ്, മനസ്സിലായില്ല. മച്ച്. MUCH. മച്ച്. നമുക്കധികം സമയമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത്ര സ്പീഡായിട്ട് പോകുന്നില്ല. സമയം ഉണ്ടെങ്കിൽ കൂടുതൽ എടുത്തു തരായിരുന്നു. ഓക്കെ, ചോപ്പ് ആൻഡ് മച്ച്. അപ്പൊ അത് പറഞ്ഞു. അടുത്ത വേർഡ്സ് എന്ന് പറയുന്നത് ദിസ്, ദാറ്റ്. ദിസ്, ദാറ്റ് ഏതാ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സി, ട്രീ. Once more. ആണ് വരുന്നത് കേട്ടോ. ഇ തന്നെയാണ്, ഡബിൾ വരുന്നുണ്ട്. സി, ട്രീ. ഓക്കെ, അടുത്തത് റെയിൻ, പെയിൻ. റെയിൻ, പെയിൻ ഏതാ വരുന്നത്? എന്ന് പറയുന്ന സൗണ്ട് അവിടെ ഉണ്ടാവുന്നു കേട്ടോ. അടുത്തത് ലൈറ്റ്, നൈറ്റ്. ലൈറ്റ്, നൈറ്റ്. IGH കേട്ടോ. മറ്റേതാകുമ്പോ AI എന്ന് വരും. ഇവിടെ IGH എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ഗ്രീൻ സ്കീം. പിന്നെ വേറെ 2-3 കാര്യങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഗ്രീൻ സ്കീമിൽ കോമൺ ആയിട്ട് വരുന്ന ചില വേർഡുകളാണ് കേട്ടോ ഇത്. ഗ്രീൻ സ്കീമിൽ ഇപ്പൊ എഴുതിയിട്ടുള്ള വേർഡ്സ് ഒന്ന് കാണിച്ചു തരുമോ? ഇപ്പൊ ഞാൻ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വേർഡ്സ് ആണ്. ഇത് നമ്മൾ അങ്ങനെ തന്നെയാണോ എഴുതേണ്ടത്? 2 വേർഡ്സ് എങ്ങനെ അല്ല എഴുതേണ്ടത്? വെർട്ടിക്കൽ ആയിട്ട് എഴുതേണ്ടത്? നിങ്ങളെ കൊണ്ട് ആക്ടിവിറ്റി പോലെ ചെയ്യിപ്പിച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ. കൂടുതൽ ഇതേപോലെ ഓരോരോ വേർഡ്സ് ആയിട്ട് താഴെ ആയിട്ട് എഴുതിയാൽ മതി അല്ലേ? മതി. ഇതൊക്കെ ഗ്രീൻ സ്കീം ആണ്. നോക്കിയാ നിങ്ങള് ഇത് നേരെ എഴുതിയാല് ഇപ്പൊ ഷിപ്പ്, ഫിഷ് ഒരുമിച്ച് നേരെ എഴുതുക, അങ്ങനെ എഴുതിയാ ഒന്നും കൂടി മനസ്സിലായില്ലേ മീൻസ്? അങ്ങനെ എഴുതിയാല് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്ക് എപ്പോഴും എളുപ്പത്തിൽ ഒരു വേർഡ് വെച്ച് പഠിക്കാനാണല്ലോ.
ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ഇത് നോക്കിക്കോളൂ കേട്ടോ. എടുത്തോ, മാറ്റിക്കോട്ടെ, ചേഞ്ച് ചെയ്തോട്ടെ. മാറ്റിക്കോളൂ. ഓക്കെ, ഇനി അടുത്ത 3 പ്രത്യേകത ഞാൻ പറയാം കേട്ടോ. ഇവിടെ മുകളിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ എഴുതണം എന്നില്ല. നോക്കി, ഇതിനകത്ത് എയും വൈയും കോമൺ ആയിട്ട് വരുന്ന ചില വേർഡ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. എ വൈ കാണുന്നുണ്ടോ? വേർഡ്സ് കണ്ടിട്ട് മനസ്സിലാവും കേട്ടോ. ഡേ ഉണ്ട്, ക്ലേ ഉണ്ട്, സേ ഉണ്ട്, ഇതൊക്കെ ഇതാണ് ഗ്രീൻ സ്കീമാണ് കേട്ടോ, ഇത്തരത്തിലുള്ള വേർഡുകൾ. അപ്പൊ ഞാൻ മുകളില് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് A-Y എന്നിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്പ്രേ കഴിഞ്ഞിട്ട് ഏതാ? എന്താ സ്പ്രേ കഴിഞ്ഞിട്ട് ഏതാ വേർഡ്? സ്പ്രേ കഴിഞ്ഞിട്ട് സ്വേ എന്നാണ്, SWAY, സ്വേ. ഓക്കെ, ലാസ്റ്റത്തെ 2 പറഞ്ഞു. ലാസ്റ്റത്തെ 2 അതായത് റേയും ബേയും. RAY റേ, BAY ബേ. ഓക്കെ. അപ്പൊ AY വരുന്നത് ചെയ്തോ, മാറ്റിക്കോട്ടെ. യെസ് മിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ AE വരുന്നതാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ സ്കീമിൽ തന്നെ വരുന്നതാണ്. AE ആണ് ഇവിടെ ലെറ്റർ കോമൺ ആയിട്ട് വരുന്നത്. മിസ് ക്യാമറക്ക് കുറച്ചുകൂടി അടുത്ത് പിടിക്കുമെന്ന്. കാണാൻ പറ്റുന്നില്ലേ? സെക്കൻഡ് വൺ എന്താ മിസ്? ബ്ലറായി നിൽക്കുന്നു. ബ്രേവ് കഴിഞ്ഞിട്ട് ബാക്കി എന്തോ മിസ്സേ? ഏതാണ്? ബ്രേവ്. ബ്രേവ് കഴിഞ്ഞിട്ട് ടേക്ക്, TAKE, ടേക്ക്. ദെൻ അടുത്തത് സ്കേറ്റ്സ് ആണ്, SKATS, സ്കേറ്റ്സ്. ദെൻ അതിനുശേഷം ലേക്ക് ആണ് കേട്ടോ, LAKE, ലേക്ക്, LAKE, ലേക്ക്. ദെൻ ബ്ലെയിം ആണ്, BLAME, ബ്ലെയിം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ചേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ, അടുത്തത് വരുന്നത് AI തുടങ്ങി, അതായത് AI എന്ന് പറയുന്ന ലെറ്റർ കോമൺ ആയിട്ട് വരുന്ന ഗ്രീൻ സ്കീമിന്റെ അണ്ടറിൽ വരുന്ന വേർഡ്സ് ആണ്. സോറി ടീച്ചർ, ഒന്നുകൂടി കാണിക്കോ മുമ്പത്തെ? ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ, ശരി മിസ്. നോക്കിക്കോളൂ കേട്ടോ. AI ഇതിലെ ലാസ്റ്റ് വൺ പെയ്ഡ് ആണോ? പെയ്ഡ്, PAID, പെയ്ഡ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് പിങ്ക് സ്കീം, ബ്ലൂ സ്കീം ആൻഡ് ഗ്രീൻ സ്കീം. പഠിച്ചോ? വേർഡ്സ് പഠിച്ചോ? MT6കാർക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായല്ലോ മിസ്സേ? മനസ്സിലായി മിസ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ വെറുതെ കാണിച്ചതല്ല, നിങ്ങൾ ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ്. ഇനി 2 കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. നിങ്ങളൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ വരാം. ഓക്കെ മിസ്. ഇതിൽ MT7കാരും ഉണ്ട് അല്ലേ? യെസ്. എന്തായി, എക്സാമിനൊക്കെ പഠിക്കാൻ തുടങ്ങിയോ? ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഞാനിപ്പോ സ്കൂളിലാണ്. ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഗ്രൂപ്പില്. ഏത് ക്ലാസ്സാ? MT6 7 എടാ, ഗ്രീൻ സ്കീമിലെ
എ ഇ വരുന്നതൊന്നും ആരെങ്കിലും ഷെയർ ചെയ്യണേ. അതിൽ എനിക്ക് 4 വേർഡേ കിട്ടിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഗ്രൂപ്പിലിടാം കേട്ടോ. ഓക്കെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിക്ചർ വീലാണ് കേട്ടോ, പിക്ചർ വീല്. എല്ലാരും നോക്കുക. 57 ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. പിക്ചർ വീലാണ് കേട്ടോ. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വേർഡ്സും പിക്ചേഴ്സും വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ്. പിക്ചർ നോക്കി വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിക്ചർ വീല് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ട്രീസ്, അതുപോലെ ഫ്ലവേഴ്സ്, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിർബന്ധമില്ല ഇന്ന പിക്ചർ വേണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് യൂസ് ചെയ്യാം, വെഹിക്കിൾസിന്റെ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ യൂസ് ചെയ്യാം. വീൽ എടുക്കുമ്പോൾ ആദ്യത്തെ വീല് വലുതാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തത് മിഡിലിൽ വരുന്ന വീല് ചെറുതാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോ റോസ് എന്ന് പറയുന്നതാണ് ഇവിടെ കുട്ടി തൊട്ട് കാണിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, നേരെ എന്ത് ചെയ്യണം? ആ റോസ് എന്ന് പറയുന്ന വേർഡ് ഇതിന് നേരെയായിട്ട് വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് കുട്ടികളെ നമ്മൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ കുട്ടി ഏതാണോ ടച്ച് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡിലേക്ക് ഇത് കൊണ്ടുപോകണം, വീല് കൊണ്ടുപോകും. അതിനനുസരിച്ച് വീല് കറങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാനിപ്പോ അധികം ഭംഗിയായിട്ടൊന്നല്ല ഇത് ചെയ്തിരിക്കുന്നേ, സാധാ ഒരു വേർഡ്സ് കോഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചെറിയ വേർഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? ഇതിന് മിച്ചം ചെറിയ വേർഡ്സ്. ഇപ്പൊ കാറ്റിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിങ്ക് സ്കീമിൽ പെട്ട വേർഡ് ആണെങ്കിൽ അത് കുറച്ചും കൂടി ഫെമിലിയർ ആകും കേട്ടോ. അത് പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ പിക്ചർ വീല് വെച്ചിട്ട്. മനസ്സിലായോ? ചെയ്യാൻ പറ്റില്ല ടീച്ചറെ? കണ്ണ്, മൂക്ക്, അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, ബെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണെന്നോ, നമ്മുടെ ഈ കേക്ക് കട്ട് ചെയ്യുന്ന ആ റൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഒരു കട്ടിയുള്ള അതെ അതെ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയാ, നമ്മള് ഗ്ലൂ ഒക്കെ പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ സ്പ്രെഡ് ആവുമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയൊക്കെ അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികൾ ഞാനിത് കാണിച്ചപ്പോൾ 2-3 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി കർട്ടന്റെ എന്തോ ഒരു അടപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി നമ്മുടെ ഫാൻസി കമ്മൽ ഉണ്ടല്ലോ അതിന്റെ ശങ്കീര് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്യുന്നത്. ഞാനിപ്പോ ജസ്റ്റ് ഈർക്കല് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഇത് സെക്യൂർ ചെയ്തിരിക്കുന്നത് കേട്ടോ, ഈ വീല് കറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് കുറച്ചും കൂടി ഭംഗിയായിട്ട്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ വീല്. അപ്പൊ ഇന്ന പിക്ചർ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നമ്പർ വീൽ. ഇതൊക്കെ ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. വൈവൊക്കെ ചോദിക്കൂ മിസ്? വൈവൊക്കെ ചോദിക്കണ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുള്ളൂ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനൊക്കെ പറയും. അല്ലാണ്ട് ഇന്നത് ഉണ്ടാക്കിയോ അങ്ങനെ ഒന്നും ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയത് നല്ലതായിട്ടാണ് ചെയ്തതെങ്കിൽ ഉണ്ടാക്കിയാലും നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ഉപകാരപ്പെടും. ഉപകാരപ്പെടും.
അതാണ് പറയുന്നത്. ടീച്ചിങ് പ്രാക്ടീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുമ്പോഴോ, ആദ്യമൊക്കെ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെർട്ട് ഒന്നും ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ കുട്ടികളെ നമ്മൾ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില കാര്യം നമ്മൾ കുറെ അധികം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം കുട്ടികൾ ചിലപ്പോൾ അത് തലയിൽ കയറണമെന്നില്ല അല്ലെ. കുറച്ച് ചെവിയിൽ അവർ കേൾക്കും, ബാക്കിയൊക്കെ അവർ കളയും. അവർക്ക് അധികം ശ്രദ്ധിക്കില്ല. കുട്ടികളുടെ പ്രത്യേകത അതാണ്. അപ്പൊ അവരുടെ മൈൻഡ് കൈയടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് നമ്പർ വീലാണ്. നേരത്തെ പിക്ചർ വീലാണ് ഞാൻ കാണിച്ചത്. ഇത് നമ്പർ വീലാണ്. അതായത് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് 1 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. അതിനനുസരിച്ച് ഞാനിവിടെ പിക്ചേഴ്സ് വരയ്ക്കുവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ 1 എന്ന് പറയുന്ന നമ്പർ ആണ് കുട്ടി പറയുന്നതെങ്കിൽ ഈ വീല് നേരെ കറങ്ങി 1 എന്ന ഇതുണ്ടാവും, സർക്കിളിന്റെ നേരെ ചെന്ന് നിൽക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. 2 എന്നാണ് പറയുന്നതെങ്കിൽ 2 സർക്കിൾ. പിന്നെ പലതരത്തിലുള്ള പിക്ചേഴ്സ് ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് കുറച്ചുകൂടി വലിയ ഇതാക്കി ചെയ്തു അല്ലെ. ഞാൻ കുറച്ചുകൂടി, അതായത് ഇവിടെ കുറെ അധികം പിക്ചേഴ്സ് വരയ്ക്കാനില്ലേ മോളെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്തത്, അങ്ങനെ വലുതാക്കി ചെയ്തത് കേട്ടോ. പിക്ചർ വീലിനെ അപേക്ഷിച്ച് നമ്പർ വീല് കുറച്ചുകൂടി വലുതായാലേ നമുക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്റ്റാറുകളൊക്കെ ഷോപ്സിൽ നിന്ന് കിട്ടും പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഇത് ഞാനിപ്പോ എന്റെ അടുത്ത് ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് ജസ്റ്റ് വരച്ചെന്ന് മാത്രം. ഓക്കെ, ഇത് കുറച്ചുകൂടി വലുതാക്കി ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ മിസ്സേ, അപ്പൊ അത് വരയ്ക്കണം നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ പിക്ചർ വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്താ അല്ലേ. എണ്ണം ഉണ്ടാവണം എന്ന് മാത്രം. ഇപ്പോ 9, 10 എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യ അല്ലേ, അതിനനുസരിച്ചുള്ള എണ്ണാനുള്ള പിക്ചർ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടിക്കാം. അത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതും നിർബന്ധമില്ല ഇന്നത് വേണമെന്ന്. ആ കൗണ്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഏത് പിക്ചർ ആയാലും കുഴപ്പമില്ല, ആ കൗണ്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ ഇതും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് 2 വീൽ എന്ന് പറയുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഇവിടെ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇപ്പൊ ഇന്ന് ടീച്ചർ ക്ലാസ്സിലെടുത്തത് എല്ലാം ഉണ്ടാക്കേണ്ടതാണ്, എല്ലാം അല്ലെ. ബ്ലൂ ഗ്രീൻ അല്ല, ഇപ്പൊ ടീച്ചർ ഇന്ന് ക്ലാസ് എടുത്തത് മൊത്തം നമ്മൾ ചെയ്യേണ്ട വർക്കുകളാണ് അല്ലെ. ചെയ്യേണ്ട വർക്കുകളാണ് കേട്ടോ. എന്താണ് അക്ഷയ കരയുന്നേ? ഒന്നാമത് എക്സാം മിസ്, അതിന്റെ ഇടയ്ക്ക് വർക്കും കൂടി ആവുമ്പോ. ഇല്ല, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ചെയ്തിരുന്നാ മതി. വൈവക്ക് ഇത് ചോദിക്കില്ലല്ലോ, കഴിഞ്ഞിട്ട് ചെയ്താ പോരെ. ഇത് ചെയ്തോ അത് ചെയ്തോ എന്നൊന്നും വൈവക്ക് ചോദിക്കില്ല കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിപ്പോ തന്നെ ചെയ്യേണ്ടതല്ല കേട്ടോ. എന്താണ് റെക്കോർഡ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിക്കും. റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിക്കും കേട്ടോ. ഇത് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ചെയ്താലും മതി അല്ലേ മിസ്സേ? എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 സ്കീമുകളായാലും ഈ പിക്ചർ വീലായാലും നമ്പർ വീലായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. ഇതൊക്കെ ആക്ടിവിറ്റീസ് അല്ലേ, കുഞ്ഞുങ്ങള് നമ്മൾ ചെയ്യിപ്പിക്കുന്നതല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ തൽക്കാലം എക്സാംസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സമയം പോലെ ഇത് എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തന്നത് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. Thank താങ്ക് യു മാം. താങ്ക് യു.